വ്യാപാരോത്സവം സമ്മാന കൂപ്പൺ വിതരണോദ്ഘാടനവും വി ടി ബൽറ എം.എൽ.എക്ക് നൽകുന്ന സ്വീകരണവും വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണവും 2026 ജൂലൈ 11 ശനിയാഴ്ച കാലത്ത് 11-ന് ആറങ്ങോട്ടുകര വ്യാപാര ഭവനിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആറങ്ങോട്ടുകര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ 2026 ജൂലൈ 11 മുതൽ ഒക്ടോബർ 10 വരെ 3 മാസങ്ങളിലായി നടത്തുന്ന വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി സമ്മാന കൂപ്പൺ വിതരണ ഉദ്ഘാടനവും വി ടി ബൽറാം എം.എൽ.എക്ക് നൽകുന്ന സ്വീകരണവും 2025-26 അധ്യയന വർഷത്തിലെ SSLC+2 പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കലും അവർക്കുള്ള പഠനോപകരണ വിതരണവും ഓപ്പറേഷൻ തൂഫാൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞയും നടക്കുന്നു. 2026 ജൂലൈ 11 ശനിയാഴ്ച കാലത്ത് 11 മണിക്ക് ആറങ്ങോട്ടുകര വ്യാപാര ഭവനിൽ വെച്ച് നടക്കുന്ന പരിപാടി വി ടി ബൽറാം എം.എൽ.എ ഉദ്ഘാടനം ചെയ്യും. KVVES നിയോജക മണ്ഡലം പ്രസിഡന്റ് KR ബാലൻ മുഖ്യപ്രഭാഷണം നടത്തും. തിരുമറ്റിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP വിപിലേഷ് പോസ്റ്റർ പ്രകാശനം ചെയ്യും. KVVES സംസ്ഥാന കൗൺസിലർ ഷമീർ വൈക്കത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K രവി പ്രകാശ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ MG രാജഗോപാൽ, KP ജിഷ, KVVES ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഷബീർ ചാലിശ്ശേരി, കറുകപുത്തൂർ യൂണിറ്റ് പ്രസിഡന്റ് CG ശശീന്ദ്രൻ, കൂട്ടുപാത യൂണിറ്റ് പ്രസിഡന്റ് K അജിത്, ആറങ്ങോട്ടുകര യൂണിറ്റ് വർക്കിംഗ് പ്രസിഡന്റ് PA ലിയാസ്, യൂണിറ്റ് ട്രഷറർ VV പ്രശോഭ് കുമാർ, യൂത്ത് വിങ് യൂണിറ്റ് പ്രസിഡന്റ് VP നൌഫൽ, മറ്റ് വ്യാപാരി നേതാക്കൾ, സ്വാമി, സാംസ്കാരിക രംഗത്തെ വ്യക്തിത്വങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കും. കൂറ്റനാട് പ്രസ് ക്ലബ്ബിൽ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ KVVES ആറങ്ങോട്ടുകര യൂണിറ്റ് പ്രസിഡന്റ് AK അബൂബക്കർ, ജനറൽ സെക്രട്ടറി ER റെനിൻ, ട്രഷറർ VV പ്രശോഭ് കുമാർ, കോർഡിനേറ്റർ അഷ്റഫ് ദേശമംഗലം, രക്ഷാധികാരി TE സക്കറിയ ഹാജി എന്നിവർ പങ്കെടുത്തു. ഉത്സവം എന്നൊരു പരിപാടി തുടങ്ങിയവരാണ്. അതിൻ്റെ ഉദ്ഘാടനമായിട്ട് ജൂലൈ 11 തുടങ്ങുന്നത്. 3 മാസം നീണ്ടു നിൽക്കുന്ന ഈ വ്യാപാരോത്സവം അതിൻ്റെ കൂപ്പൺ വിതരണോദ്ഘാടനം വി ടി ബൽറാം MLA ആണ് നിർവഹിക്കുന്നത്. അതുപോലെ തന്നെ പഞ്ചായത്തിലെ പ്രസിഡന്റും ജനപ്രതിനിധികളും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു. അതുപോലെ തന്നെ പുതിയ സർക്കാരിൻ്റെ ഓപ്പറേഷൻ തുഫാൻ എന്ന ഇതിനെ വ്യാപാരികളും അതിൻ്റെ കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അതിൻ്റെ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നുണ്ട് വ്യാപാരോത്സവത്തിൻ്റെ അന്ന് തന്നെ. അതുപോലെ തന്നെ വ്യാപാരി സംഘടനയിൽ ഉൾപ്പെടുന്ന 2025-2026 വർഷത്തെ SSLC+2 വിദ്യാർത്ഥികളുടെ അനുമോദനം സദസ്സും അന്ന് തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. ഉദ്ദേശിക്കുന്നത് പ്രാദേശിക തലത്തിലുള്ള കച്ചവടം ആ പ്രദേശത്ത് ഒതുക്കി കൊണ്ടുവരിക എന്നുള്ള ഒരു ഉദ്ദേശമാണ്. സാധാരണ ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഉത്സവകാലം എന്ന് പറയുന്ന പ്രധാനം ഓണ സീസണാണ്. ഈ ഓണ സീസണിൽ കണ്ണഞ്ചിപ്പിക്കുന്ന ഒട്ടനവധി ഓഫറുകളും തെറ്റായ രീതിയിൽ വ്യാജമായ ഓഫറുകളൊക്കെ രണ്ടെണ്ണം എടുത്ത് കഴിഞ്ഞാൽ ഒന്ന് ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അമിതമായ റേറ്റ് ഇട്ടിട്ട് ഈ കൂടുതൽ ബിസിനസ് കൊണ്ടുവരുന്ന ഒരു രീതിയാണ്. അപ്പോൾ അതൊന്നും മാറ്റിവെച്ചിട്ട് നമ്മളുള്ള കച്ചവടം, സത്യസന്ധമായ കച്ചവടം, അതിലൂടെ ജനങ്ങളെ ആകർഷിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇതൊരു വലിയ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടല്ല. ഇതിലുള്ള ഒക്കെ കൂടുതലും സ്പോൺസർഷിപ്പിലൂടെയാണ്, ഓരോ സ്ഥാപനങ്ങളും സ്പോൺസർഷിപ്പിലൂടെയാണ് നമ്മളിതിന് കണ്ടെത്തുന്നത്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിലാണ് നമ്മളിതൊരു 3 മാസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമാക്കിയിട്ട്, ഒരു കച്ചവടക്കാരുടെ ഉത്സവമല്ല, ഒരു ഉത്സവം. ഇപ്പോൾ നമ്മളൊരു ഈ ക്ഷേത്രോത്സവം, ഒരു പൂരം സംഘടിപ്പിക്കുകയാണെങ്കിൽ സംഘാടകർ പൂര കമ്മിറ്റിക്കാരാവാം. പക്ഷെ അത് ഉത്സവം എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെയാണ് ഉത്സവം. അതുപോലെ തന്നെയാണ് ഈ ആറങ്ങോട്ടുകര ബേസ് ചെയ്തിട്ടുള്ള ആ ജനസമൂഹത്തിൻ്റെ ഒരു ഉത്സവമാക്കി മാറ്റാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഒപ്പം തന്നെ ഇത് 3 പഞ്ചായത്തുകളെ കേന്ദ്രീകരിക്കുന്നുണ്ട്. തിരുവറ്റക്കോട് പഞ്ചായത്ത്, അതിൻ്റെ അതിർത്തി പങ്കിടുന്ന വരവൂർ ഗ്രാമപഞ്ചായത്ത്, അപ്പുറത്ത് ദേശമംഗലം ഗ്രാമപഞ്ചായത്ത്. ഈ 3 പഞ്ചായത്തിലെയും ജനങ്ങളെ ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു ഉത്സവമാണത്. അതോടൊപ്പം തന്നെ നമ്മൾ അന്നേ ദിവസം ബഹുമാനപ്പെട്ട MLAക്ക് ഒരു സ്വീകരണം, ഈ പൊതുവെ ജനപ്രതിനിധികൾ ആയിക്കഴിഞ്ഞാൽ സംഘടനയുടെ നേതൃത്വത്തിൽ, വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും യൂണിറ്റ് തലത്തിലൊക്കെ അവർക്ക് സ്വീകരണം നൽകാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മുടെ തൃത്താല നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച MLAക്ക് ഒരു സ്വീകരണം വെക്കുന്നുണ്ട്. പാലക്കാട് ജില്ല തൃത്താല മണ്ഡലം ആറങ്ങോട്ടുകര യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ 2026 11 ജൂലൈ കാലത്ത് 10 മണിക്ക് ആറങ്ങോട്ടുകര വ്യാപാര ഭവനിൽ വെച്ച് വ്യാപാരോത്സവത്തിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ്. അതിനോടനുബന്ധിച്ച് ബഹുമാനപ്പെട്ട തൃത്താല നിയോജകമണ്ഡലം MLA വി ടി ബൽറാം അവർ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വ്യാപാരി വ്യവസായി നിയോജക മണ്ഡലം പ്രസിഡന്റ് ആദരണീയനായ
ബാലേട്ടൻ, അതുപോലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ എല്ലാവരും പങ്കെടുക്കുന്നൊരു ചടങ്ങാണ്.